ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണു, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ ഈ വീട്ടിലെ വീഡിയോസ് കാണാനാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ തിരിച്ചു വന്നതിന് ശേഷം മാത്രം വീഡിയോ എടുത്താൽ മതി എന്ന് വിചാരിച്ചത്. ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാനിങ്ങനെ ഈ വീടിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്നവർക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഓരോ ഭാഗങ്ങളും വീഡിയോ എടുത്ത് അവിടെ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സും എല്ലാം കൂടി ഉൾപ്പെടുത്തി കുറച്ച് ഇൻറ്റീരിയർ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്കൊരു യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യണം എന്നാട്ടോ ഞാൻ വിചാരിക്കണത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ സ്റ്റോർ റൂം. സ്റ്റോർ റൂമിന് പ്രത്യേകിച്ച് ഡോറൊന്നും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടില്ല. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലോറിങ് സ്റ്റോർ റൂമിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ച് ഡാർക്ക് ഗ്രേയും കിച്ചൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഗ്രേയും ആണ് കേട്ടോ ചെയ്തത്. ആ ഒരു സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഡോറ് വെക്കാത്തതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ബാബു പറഞ്ഞു, നിൻ്റെ ഓട്ടത്തിന് എപ്പോഴും നല്ലതൊരു ഡോർ അവിടെ തടസ്സമായിട്ട് നിൽക്കാതിരിക്കുന്നതാണ്. അപ്പോൾ നിനക്ക് പിന്നീട് അപ്പോൾ കിച്ചണ് കുറച്ച് ലോങ് ആയിട്ട് തോന്നുമല്ലോ, പിന്നെ പിന്നീട് നിനക്ക് ഡോറ് വേണം എന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു FRP ഡോറ് നല്ല ഭംഗിയുള്ളത് ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ നല്ല FRP ഒരു ഡോറ് കൊണ്ടുവന്നിട്ട് അതൊരു ഒറ്റ ദിവസത്തെ കുറച്ച് നേരത്തെ പണിയല്ലേ ഉള്ളൂ, അങ്ങനെ ഒരു ഡോറ് കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണ് എന്ന്. അതുകൊണ്ട് ഡോർ ഇതുവരെ വെച്ചിട്ടില്ല. ഡോറ് വെക്കണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു വർഷം ആവാറായി ഞങ്ങളിവിടെ താമസിച്ചിട്ട്. ഇതുവരെ എനിക്ക് ഡോറ് വെക്കണം തോന്നിയിട്ടില്ല. മാത്രമല്ല ഡോറില്ലാത്തത് കൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോർ റൂം എപ്പോഴും നീറ്റാക്കിയിടും. ഇതിപ്പോൾ ഡോറുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നവരോ, എന്താ പറയുക, കുറേ സാധനങ്ങൾ ചാക്കും അരിച്ചാക്കും പഴക്കൊലയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കുമല്ലോ, അവിടെ ഇവിടെ നിലത്തൊക്കെ വെക്കും. അങ്ങനെ വെക്കണത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ റൂമിൻ്റെ ഡോർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും കാണൂലല്ലോ എന്നുള്ള ഒരു ധൈര്യമാണ്. പക്ഷേ ഇത് ഓപ്പൺ ആയി കിടക്കുമ്പോൾ നമുക്കത് എപ്പോഴും നീറ്റാക്കി ഇടാനുള്ള ഒരു ടെൻഡൻസി വരും കേട്ടോ. ഈ ഒരു വർക്ക് ഏരിയയും സ്റ്റോർ റൂമും പണിതപ്പോൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളും അതൊക്കെ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് സോൾവ് ചെയ്തത്, പിന്നെ അതുപോലെ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, സിങ്ക് എങ്ങനത്തെ സിങ്ക് വേണം ഉപയോഗിക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ടിപ്സായിട്ട് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ നമ്മളെ മെയിൻ കിച്ചൻ്റെ ടൂർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അതൊരു ഐലൻഡ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഐലൻഡ് കിച്ചനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാനിട്ടിരിക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് കമൻ്റായിട്ട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം മറുപടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഐലൻഡ് കിച്ചൻ്റെ വീഡിയോ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ അടുക്കള ഭാഗത്തേക്കുള്ള മുറ്റമാണ് കേട്ടോ. ഇവിടെ ഒന്നും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടില്ല, ഞാനിവിടെ യൂസ് ചെയ്യാറേ ഇല്ല. കാരണം ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റാക്കിയതിൻ്റെ ശേഷം മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ തൈയും പിന്നെ പച്ചമുളകും കാന്താരിയും ചീരയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കുറച്ച് ചെടികളും കുറച്ച് കലാത്തയും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്വപ്നം. അതൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സുഖമാണല്ലോ, അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് ഇതൊക്കെ പറിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ബാബു പതുക്കെ ഇങ്ങനെ എനിക്ക് സെറ്റാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിലത്തൊക്കെ ഇങ്ങനെ ഈ പേൾ ഗ്രാസ് നട്ടിട്ടുള്ളത്. പിന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ കാണുന്നത് നമ്മുടെ കുളമാണ്. അതായത് കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. കുളം മീൻസ് ഡ്രിങ്കിങ് വാട്ടർ ആണ് കേട്ടോ, നമ്മൾ കുടിക്കുന്ന വെള്ളമാണത്. ഇതിവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു വയനാട് റിസോർട്ടിലൊക്കെ പോയ ഫീൽ കിട്ടും. ഞാൻ നിങ്ങൾക്കൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം, ഞാൻ എൻ്റെ അടുക്കളയിൽ പണികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യെത്തും ദൂരത്ത് വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ഈ വേസ്റ്റ് ബിന്നാണ്. എന്താ പറയുക, ഈ വേസ്റ്റ് ബിന്നിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പാത്രത്തിലൊക്കെ വേസ്റ്റ് ഇട്ട് വെക്കൽ. ഇപ്പോൾ തറവാട്ടിലൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ അത് നിറയുമ്പോൾ കൊണ്ടുപോയിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് അടച്ച് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പല്ലി കൂറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിട്ടു പോകില്ല അടുക്കളയിൽ നിന്ന്. കാരണം അവർക്ക് ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കല്ലേ.
അങ്ങനെ തുറന്ന് ഈച്ചയൊക്കെ ഉണ്ടാവും. ഇതാവുമ്പോൾ നമുക്ക് സുഖമാണ്, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ തുറക്കും. അതുപോലെ തന്നെ അടയ്ക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതുപോലെ സേഫായിട്ട് അടച്ചു വെക്കാൻ പറ്റും. ഇതിൻ്റെ പല സൈസും ഉണ്ട് കേട്ടോ, ചെറുതും വലുതും, ഇതിനേക്കാളും ചെറുതുണ്ട്, ഇതിനേക്കാളും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലീൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര ആവശ്യം ഉണ്ടാവും ഒരു ദിവസം. ഡെയിലി വേസ്റ്റ് നമ്മൾ ഒഴിവാക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ലാവൂലേ. അപ്പോൾ ഒരു ദിവസത്തെ വേസ്റ്റ് കൊള്ളാവുന്ന രീതിയിൽ, ഫുഡ് വേസ്റ്റ് കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൈസ് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ സിങ്കിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പാത്രം കഴുകുമ്പോൾ തന്നെ വേസ്റ്റ് ഇടാനും പിന്നെ സിങ്ക് ക്ലീൻ ആക്കിയിട്ട് സിങ്കിലുള്ള വേസ്റ്റ് ഇടാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനിത് ഓൺലൈനായിട്ട് മേടിച്ചതൊന്നും അല്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ലിങ്കൊന്നും തരാനില്ല. ഞാൻ പോകുന്ന എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ പല സൈസും പല കളേഴ്സും ഉണ്ട്. ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ എടുത്തതാണ്. ബാബു എനിക്ക് മനഃപൂർവ്വം ചെറുത് മേടിച്ചെന്നാണ് കേട്ടോ. വലുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഡെയിലി വേസ്റ്റ് കളയാണ്ട് വേസ്റ്റ് അതിൻ്റെ അകത്ത് കൂട്ടി വെച്ചാലോ എന്ന് പേടിച്ചിട്ട് ആൾ കറക്റ്റ് ഒരു സൈസ് നോക്കിയിട്ട് കണക്ക് കൂട്ടി ആദ്യം തന്നെ ഈ ഒരു സൈസ് മേടിച്ചെന്നതാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് സിങ്കിൻ്റെ മേലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. പിന്നെ ഇതിനടിയിൽ കണ്ടോ ഒരു ട്രേ വരുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിങ്കിലേക്ക് ഇങ്ങനെ എപ്പോഴും വെള്ളം ഇറ്റിച്ചടിക്കൊണ്ടിരിക്കില്ല, ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കളക്ട് ചെയ്യും. ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളം ഞാൻ ഈ ട്രേയിൽ നിന്ന് എടുത്ത് സിങ്കിലേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യുക കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, നമ്മളെ മോഡേൺ കിച്ചൺ ആകുമ്പോൾ നമ്മൾ GDPT ഒക്കെ ഉണ്ടാവും, പക്ഷേ ഈ വർക്ക് ഏരിയയിൽ നമ്മൾ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് സിങ്കിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഈ വെച്ചിട്ടുള്ള ഈ ഒരു ചെറിയ സംഭവം കേട്ടോ. എന്താ പറയുക, ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്, ആമസോണിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ, ഞാൻ നോക്കാം. ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞാൻ നോക്കാം. പിന്നെ ഇതിൽ ഇങ്ങനെ ടവൽ ഹാങ് ചെയ്യാനുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കിച്ചണിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ കഴുകുമല്ലോ. അപ്പോൾ ആ കഴുകുന്ന സമയത്തൊക്കെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ കൈ ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് കൈ ഡ്രസ്സിൽ ഒപ്പിയെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടവൽ ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോൾ ഞാൻ കൈ കഴുകിയാലും ഈ ടവലൊന്ന് കൂട്ടിപ്പിടിച്ച് ജസ്റ്റ് വെള്ളം ഒപ്പിയെടുക്കുക കേട്ടോ ചെയ്യുക. പിന്നെ ഇതിൽ കുറേ ഹാങ്ങേഴ്സ് വരുന്നുണ്ട്. കുറേ മീൻസ് ഒരു 6 എണ്ണം. ഈ ഹാങ്ങർക്ക് നമ്മൾ അസംബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെറിയ ചെറിയ ഹുക്കുകളാണത്. അങ്ങനത്തെ 6 ഹുക്കുകൾ വരുന്നുണ്ട്. ഈ ഹുക്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, ഞാൻ ഒരു ഹുക്കിൽ തന്നെ 2 എണ്ണം 3 എണ്ണം ഒക്കെ ചിലപ്പോൾ ഹാങ് ചെയ്തിടാറുണ്ട് പല സാധനങ്ങളും, ഈ സ്പൂണ്, കയ്യിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് നമുക്ക് സിങ്കിൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് ഹാങ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കത്തികൾ വെക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്നറിയോ, നമ്മുടെ മാഗ്നറ്റ് ഉണ്ടല്ലോ കത്തി വെക്കുന്ന ചുമരിൽ, അപ്പോൾ അങ്ങനത്തെ വാങ്ങാമെന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്. പക്ഷേ ചില കത്തികൾ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ കറുത്ത കത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ പണ്ടത്തെ ഉമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കത്തി, അതെനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കത്തിയാണ് കേട്ടോ. നല്ല മൂർച്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അല്ലേ. അപ്പോൾ അത് നനഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ മാഗ്നറ്റുമേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഇരുമ്പിൻ്റെ, ആ തുരുമ്പിൻ്റെ കളറൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാഗ്നറ്റിൻ്റെ വേണ്ട, വേറെ ഒരു ഓപ്ഷൻ നോക്കാമെന്ന് ഞാനിങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ ഓൺലൈനിൽ ഈ ഒരു സംഭവം കണ്ടത്. ഇത് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 1 വർഷമായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല, ഒരു തുരുമ്പോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ഞാൻ കഴുകിയിട്ട് അപ്പാടെ നനഞ്ഞ് ആ നനവോടെയാണ് ഞാൻ ഇതിൽ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇതേപോലെ ഒരെണ്ണം എന്താ പറയുക, സ്റ്റീലല്ലാത്ത ഇരുമ്പിൻ്റെ ഒരെണ്ണം എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ ഞാനൊക്കെ മേടിക്കുന്നതിന് മുന്നേ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എന്താ പറയുക, അവരുടെയൊക്കെ തുരുമ്പ് പിടിച്ച് നാശമായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു സ്റ്റീലല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ സ്റ്റീല് തിരഞ്ഞ് പിടിച്ച് എടുത്തതാണ് കേട്ടോ. സ്റ്റീലാകുമ്പോൾ ഒന്നും കൂടി ലാസ്റ്റ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ റേറ്റും വന്നിട്ടില്ല. ഞാനിത് നഷ്ടമാവുമോ എന്നൊക്കെ വിചാരിച്ച് റിസ്ക് എടുത്ത്, എനിക്ക് ഓൺലൈൻ എന്തെങ്കിലും മേടിക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം പാളിപ്പോയാലോ എന്ന് വിചാരിച്ചു, നമ്മൾ പ്രോഡക്റ്റ് കണ്ടിട്ടല്ലല്ലോ വാങ്ങണത്. അങ്ങനെ പക്ഷേ ഇത് വാങ്ങിയിട്ട് ഞാൻ എന്താ പറയുക, നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക്.
ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ ബാത്റൂമിലേക്ക് ടവൽ ഹാങ് ചെയ്യാനുള്ള ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഓഫ്ലൈനിൽ കുറേ തിരഞ്ഞ് നടന്നു, കണ്ടില്ല. അങ്ങനെ ഓൺലൈനിൽ ഞങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടിയിട്ട് ഞങ്ങൾ എല്ലാ വാഷ്റൂമിലേക്കും 4 വാഷ്റൂമിലേക്കും ഞങ്ങളത് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, വാഷ്റൂമിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരണ്ടേ. അതിൽ നമുക്ക് ടവലും ഹാങ് ചെയ്ത് വെക്കാം, ഡ്രസ്സും ഹാങ് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോൾ നമ്മൾ അഴിച്ച ഡ്രസ്സും അതുപോലെ ഇനി ഇടാനുള്ള ഡ്രസ്സും അങ്ങനെ എല്ലാതും. പിന്നെ നമ്മൾ നമ്മൾ ടവൽ ഹാങ് ചെയ്ത് വെക്കാൻ വേറൊരു ഭാഗം. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് അത് നിവർത്തി വെക്കുകയും ചെയ്യുക, ചുമരിലേക്ക് ഇങ്ങനെ പറ്റിച്ച് വെക്കുകയും ചെയ്യുക. അത് ഞാൻ നിങ്ങൾക്ക് വാഷ്റൂമിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അഫോർഡബിൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഇത് സത്യത്തിലൊരു വേസ്റ്റ് ബിന്നാണ്. അതായത് ഇതിനകത്തൊരു കവർ ഇട്ടിട്ട് നമ്മൾ കിച്ചണിൽ വേസ്റ്റൊക്കെ ഇടുന്ന ഒരു വേസ്റ്റ് ബിന്നാണിത്. നമുക്ക് ജനലിൽ ഇങ്ങനെ ഹുക്ക് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ കൊളുത്തിയിട്ടാൽ മതി, വേറെ എവിടെയും പിടിപ്പിക്കുകയൊന്നും വേണ്ട. മീൻസ് സ്ക്രൂ ഒന്നും വെച്ച് അങ്ങനെ ചെയ്യാതൊന്നും വേണ്ട. അതിൻ്റെ ബാക്കിലൊരു കൊളുത്ത് കണ്ടോ, ഈ കൊളുത്ത് ഇങ്ങനെ ജനലിൻ്റെ കമ്പിയിൽ ഇങ്ങനെ കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അതവിടെ ശരിക്കും ഫിറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ, ഈ ഗ്രേ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീടിൻ്റെ ഒരു തീമിൽ ഈ ഗ്രേ വൈറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ കളർ കണ്ടപ്പോൾ ഇത് എനിക്ക് കിച്ചണിലേക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മേടിച്ചതാണ്. പക്ഷെ ആദ്യം തന്നെ ഞാൻ വേസ്റ്റ് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനകത്ത് ഞാൻ വെക്കുന്നത് എന്താണെന്നറിയോ, നമ്മളെ കിച്ചണിൽ എക്സ്ട്രാ വരുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ ഇതിൽ എടുത്ത് വെക്കും. കാരണം ചില സമയത്ത് നമുക്ക് ന്യൂസ് പേപ്പർ ഈ കത്തിയിലെ ചക്കയുടെ വിളഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ കത്തി ചൂടാക്കിയിട്ട് അത് തുടക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ വേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഉണക്കമീൻ വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടി കുറച്ച് പേപ്പർ പിച്ചിടുമല്ലോ, അങ്ങനെ. പിന്നെ നമ്മൾ കുക്കറിൻ്റെ ഹാൻഡിൽ സ്ക്രൂ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എപ്പോഴും കിച്ചണിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങൾ, എക്സ്ട്രാ വരുന്ന വേസ്റ്റ്, റബ്ബർ ബാൻഡുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഈ ജനലിൽ കൊളുത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യം മേടിച്ചത്. പക്ഷേ ഇതിങ്ങനെ ഇവിടെ കൊളുത്തിട്ടപ്പോൾ എനിക്ക് ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന പോലെ തോന്നി. ഇതിൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് ആണല്ലോ. അങ്ങനെയാണ് ഞാൻ ആ കുക്ക് ചെയ്യുന്നതിൻ്റെ നേരെ മേലെ ആ സ്റ്റൗവൊക്കെ വെച്ച് ആ ഒരു ജനൽ കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടത്. അതാകുമ്പോൾ ഉള്ളിലേക്ക് കാണൂല്ല അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് വേണ്ട ഈ അല്ലറ ചില്ലറ കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഇതും ഞാൻ ഓൺലൈനിൽ മേടിച്ചതല്ല കേട്ടോ. നമ്മുടെ മലപ്പുറത്തുള്ള കൈൽ ക്രോക്കറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ആ ഷോപ്പിൻ്റെ ഒരു റിവ്യൂ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ അവിടെ ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്ന് കരുതി പോയപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇതാ, ഞാൻ ഈ സ്റ്റൗവിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ വെക്കുന്ന ഉള്ളിക്കൊട്ട. 3 തട്ടുകളാണ് ഇതിനുള്ളത്. ഇതിൽ ഞാൻ എൻ്റെ വലിയുള്ളി, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ബീട്രൂട്ട്, പൊട്ടറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ പ്ലേറ്റൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടവലും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ഈ ഒരു ബാസ്ക്കറ്റ് വെക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു അളവൊക്കെ എടുത്തിട്ട് അത് പോയി മേടിച്ച് ആ ഒരു ഗ്യാപ്പ് അവിടെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കയറ്റാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ച് പുറത്തെടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിലെടുക്കാം. പിന്നെ അവിടെ ക്ലീൻ ആക്കാനും സുഖമാണ്. ഇത് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ, അപ്പോൾ തുരുമ്പ് വരുന്ന പ്രശ്നവും ഇല്ല. പിന്നെ ഇതിനേക്കാളൊക്കെ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ആമസോണിലൊക്കെ നല്ല അടിപൊളി, ഐക്യയിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളായതുകൊണ്ട് വലിയ തെറ്റില്ലാത്ത ലുക്കും ക്വാളിറ്റിയും ഉള്ള സാധനങ്ങൾ അഫോർഡബിളായി കിട്ടുമ്പോൾ അങ്ങനത്തെ ചൂസ് ചെയ്ത് വാങ്ങുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ മേടിച്ചത് കേട്ടോ. ഇനി അടുത്തത് ഞാൻ എൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന എൻ്റെ സ്പൈസ് ബോക്സ് ആണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ എന്താ പറയുക, നമ്മൾ ഡെയിലി എപ്പോഴും കുക്കിങ്ങിന് എടുക്കുന്ന മസാലപ്പൊടികളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ ചിക്കൻ മസാല, മീറ്റ് മസാല, ഈ സാധനങ്ങളും പിന്നെ ഉപ്പും, ഇങ്ങനത്തെ സംഭവങ്ങൾ എന്താ പറയുക വേറെ 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 കുഞ്ഞു ഡബ്ബകളിൽ ഇട്ട് വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഫുഡായിട്ടുണ്ടാവും, ഓയിലുണ്ടാവും, വെള്ളം ഉണ്ടാവും, തക്കാളീൻ്റെ വെള്ളം, അങ്ങനെ പലതും ഉണ്ടാവും, ചിലപ്പോൾ ഇറച്ചി, മീൻ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഓരോ പ്രാവശ്യം കഴുകി തുടച്ച് ഈ ടിന്നുകൾ തുറക്കാന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കലല്ല. അങ്ങനെ ചെയ്യാതിരുന്നാലോ അത് പിന്നെ എന്താ പറയുക, ഈ
ഡേർട്ടി ആവൂലേ, ചീത്തയായി പോവില്ലേ. അതിനകത്ത് ഇതൊക്കെ പറ്റിപ്പിടിച്ച് പിന്നെ എപ്പോഴും നമ്മളത് ക്ലീൻ ചെയ്ത് ടിന്നൊക്കെ കഴുകി അങ്ങനെ എത്ര ടിന്നുകൾ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും സുഖം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതാകുമ്പോൾ ഈ ഒരു ഒറ്റ മൂടി തുറന്ന് ഇതിങ്ങനെ കുക്ക് ചെയ്യുന്നിടത്ത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ പൊടികളും ഇതിൻ്റെ അകത്തുണ്ടാവും. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം കൂടി വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇനി ഒരു സത്യം പറയട്ടെ, നിങ്ങൾ ഇതുപോലത്തെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ മേടിച്ചോട്ടോ. സ്റ്റീലിൻ്റെ വാങ്ങാൻ കിട്ടും ഇങ്ങനത്തെ. ഞാൻ വാങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ബോധമൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചു, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. സ്റ്റീലാകുമ്പോൾ കുറച്ചും കൂടെ വില ഉണ്ടാവും പ്ലാസ്റ്റിക്കിനേക്കാളും, എന്നാലും ഹെൽത്തി വേർഷനാണ് കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നതല്ലേ, അപ്പോൾ ഒന്നും കൂടി പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലത് സ്റ്റീലാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ 5 കുഞ്ഞു ടിന്നുകളെ കാണിച്ചു തരാം കേട്ടോ. ഈ താഴെ വൈറ്റ് മൂടിയുള്ള ഈ 5എണ്ണമാണ് ഞാൻ പറയണത്. ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യണമെന്നറിയോ? എന്താ പറയുക, നമ്മുടെ ഉലുവ, കടുക്, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ മറ്റേ കുരുമുളകിൻ്റെ പൊടി, കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്റ്റൗവ് ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഷെൽഫ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഇൻറ്റീരിയറൊക്കെ കഴിഞ്ഞ് വേസ്റ്റ് വരുന്ന പ്ലൈവുഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവർ പണിക്കാർ പോകുന്ന ലാസ്റ്റ് ഡേ ഞാൻ അവരോട് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അളവ് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി തന്നതാണിത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ റൈറ്റ് സൈഡിൽ ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ മൂടി ഉണ്ടല്ലേ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിംഗറും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ വിരലുകൊണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചാൽ തുറക്കും, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടുക് വറുക്കുക, പിന്നെ ഈ സാമ്പാറിനൊക്കെ ഈ ജീരകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു വേണ്ട, അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വലത് കൈ കൊണ്ട് എടുത്ത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഫൈനലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സംഭവമാണ് ഈ ഒരു എന്താ പറയുക ഓയിൽ വെക്കുന്ന ഈ ഒരു സംഭവം കേട്ടോ. അതായത് ഇതിനകത്ത് നമുക്ക് ഓയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. മൂടി തുറന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഓയിൽ സ്റ്റോർ ചെയ്യുക. ഈ ഗ്ലാസ് പോർഷൻ വരുന്നില്ലേ താഴെ, അവിടെയാണ് ഓയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് മേലെ ഈ വൈറ്റ് ഭാഗം കാണുന്നുണ്ടല്ലോ, അവിടെ ആ ഒരു മേലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഭാഗം, അതാണ് നമ്മുടെ ബ്രഷ്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇങ്ങനെ ഇത് വാങ്ങണ വരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അങ്ങനെ ഷോപ്പിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണ്. എന്താ പറയുക, ഇത് നമ്മൾ സാധാരണ ഓയിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കോണിൻ്റെ വേറൊരു ബ്രഷ് വാങ്ങുമല്ലോ സെപ്പറേറ്റ് ആയിട്ട്, ആ ബ്രഷ് വാങ്ങിച്ചാലേ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലൊക്കെ യൂസ് ചെയ്തിരുന്നത് അങ്ങനെയാണ് കേട്ടോ. അത് വാങ്ങിച്ചാൽ നമ്മൾ ചെറിയൊരു കുഞ്ഞു പാത്രത്തിലേക്ക് ഓയിൽ എടുക്കും, സ്റ്റീലിൻ്റെ എന്തിൻ്റെങ്കിലും ഒരു ചെറിയ ബൗളിലേക്ക് നമ്മൾ എന്താ പറയുക ഓയിൽ എടുക്കും. എന്നിട്ട് ഈ ബ്രഷും കൊണ്ട് ഇങ്ങനെ ഓയിൽ ദോശക്കല്ലിലൊക്കെ പുരട്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യും. പിന്നെ എന്തായാലും കുറച്ച് ഓയിൽ ബാക്കി വരും. ആ ഓയിൽ ബാക്കി വരുന്നത് എന്ത് ചെയ്യും, അതേപോലെ ആ ബ്രഷിലും ഓയിലുണ്ടാവും, അതും നമ്മൾ കഴുകി കളയണം. അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടും എവിടെയെങ്കിലും തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലി കൂറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എലി അതൊക്കെ അത് വന്ന് തൊട്ട് നക്കിയൊക്കെ പോയി നമ്മൾ അറിയും കൂടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് എന്താ പറയുക യൂസ് ചെയ്യുകയും ചെയ്യാം. അത് അതേപോലെ തന്നെ ഇങ്ങനെ അമർത്തി വെച്ചാൽ ഒരു അടപ്പ് പോലെയാണ്. അത് അമർത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ എന്താ പറയുക നല്ല ടൈറ്റായിട്ട് നിൽക്കണോണ്ട് തന്നെ അതിനകത്തേക്ക് ഒരു പ്രാണികളും പോകില്ല കേട്ടോ. നമ്മുടെ ഓയിൽ അങ്ങനെ സേഫായിട്ട് തന്നെ നിൽക്കും. പിന്നെ എൻ്റെ നഖത്തിന് ചുറ്റുമുള്ള ഈ ബ്ലാക്ക് കളർ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കല്ലേ, ഞാൻ കുട്ടികൾക്ക് കുറച്ച് മുമ്പ് ഉറുമാമ്പഴം കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കറ ആയതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണ ഓർമ്മയില്ലാതെ ചെയ്തു കൊടുത്തതാണ്. കുറേ കഴുകി നോക്കി പോണില്ല, കുറച്ച് കഴിയുമ്പോൾ താനെ പോവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കിതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഞാനിതുപോലെ ഓരോരോ കുഞ്ഞു വീഡിയോസായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് തരാം കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാനിതിൽ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചിലർക്കത് യൂസ്ഫുൾ ആവും, ചിലർക്കത് പൊട്ട ഐഡിയാസ് ആയിട്ട് തോന്നുന്നുണ്ടാവും. എനിവേ ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആയാലും നല്ലതാണല്ലോ. അവരുടെ പൈസ നഷ്ടം വരാതെ ഒരു സംഭവം അവർക്ക് വാങ്ങാമല്ലോ, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ,
ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ഐലൻഡ് കിച്ചണിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ന്. ഞാൻ ഐലൻഡ് കിച്ചണിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എപ്പോഴാണെന്നറിയോ? പിന്നെ എന്താ പറയുക, നമ്മുടെ നൗഫാസ് കിച്ചൺ ഉണ്ടല്ലോ, അവരുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ഒരു വീട് പണി നടക്കല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3D കണ്ണടയൊക്കെ വെച്ചിട്ട് അവർ വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അവരൊരു വീഡിയോ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ അവരുടെ ഐലൻഡ് കിച്ചൺ കണ്ടു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ ഐലൻഡ് കിച്ചൺ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി, നൗഫക്ക് പറഞ്ഞു കൊടുക്കണം തോന്നി. പക്ഷേ ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ കിച്ചൺ ചെയ്യാൻ വേണ്ടി ഇൻസ്പയർഡായി നിൽക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരാളിത് കണ്ടാലേ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാട്ടോ ഞാൻ വിചാരിക്കണത്. കാരണം ആ ഒരു ഐലൻഡ് കിച്ചൺ കണ്ടപ്പോൾ അതിൽ ചില അബദ്ധങ്ങളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അത് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ്, നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അതുവരെ മനസ്സിലാവില്ല കേട്ടോ. കാരണം നമുക്കിത് സെറ്റ് ചെയ്ത് തരുന്നവരൊക്കെ ആണുങ്ങളല്ലേ, മീൻസ് ഈ ഡിസൈൻ ചെയ്യുന്നവരും ആർക്കിടെക്ട്സും അവർക്ക് കൂടുതലും ആണുങ്ങളായിരിക്കും. അവർക്ക് അവരുടേതായ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസും ഭയങ്കര രസമായിരിക്കും നമുക്ക് കാണാൻ. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് കുക്കിംഗ് ആളുകളാണെങ്കിൽ നമുക്കിതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ആ കിച്ചണൊന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം ഈ ഓട്സ്, ബ്രെഡ്, ജാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിന്നുന്നവർക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ മഞ്ഞപ്പൊടി, മുളക് പൊടി, കടുക് വറക്കൽ, ഇങ്ങനത്തെ സംഭവങ്ങൾ, പൊരിക്കൽ, ഇങ്ങനത്തെ സംഭവങ്ങൾ കുക്കിങ്ങുള്ള ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് കുക്കിങ്ങിന് അതുപോലൊരു ഐലൻഡ് കിച്ചൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് ഓവർകം ചെയ്യാൻ വേണ്ടി, അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഐലൻഡ് കിച്ചണിൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണ്, അതുപോലെ നല്ലൊരു കിച്ചണാണ് കേട്ടോ നമ്മുടെ ഫർസാനയുടെ കിച്ചൺ ഉണ്ടല്ലോ അത്. നിങ്ങൾ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും കേട്ടോ. അടിപൊളി ഒരു ഐലൻഡ് കിച്ചണാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ചെയ്യണം. അതല്ലാതെ അത് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഡിഫറൻസ് വിശദീകരിച്ച് തരണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഐലൻഡ് കിച്ചണിനെ കുറിച്ച് നിങ്ങളുടേതായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുൻകൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മുൻകൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ഉത്തരം കൂടി എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്